ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം വിശുദ്ധ മത്തായി സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു: വൃക്ഷങ്ങളുടെ വേരിയിൽ കോടാലി വച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ വൃക്ഷങ്ങൾ നല്ല ബലം കൊടുക്കുന്നില്ലയോ അവ വെട്ടി എറിഞ്ഞ് തീയിലിടപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നല്ല ബലങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം. നമ്മുടെ സ്വഭാവം അത് നല്ല സ്വഭാവമായി ഇരിക്കണം. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല സ്വഭാവം കൊടുക്കുന്നില്ലയോ, നല്ല ബലങ്ങൾ കൊടുക്കുന്നില്ലയോ, അവർ വെട്ടി എറിഞ്ഞ് തീയിൽ ഇടപെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, എന്താണ് നല്ല ബലങ്ങൾ? വേദവചനം നാം വായിച്ചു നോക്കുമ്പോൾ ഗലാത്യർ 5-ാം അധ്യായം 22-23 വചനം വായിച്ചു നോക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ബലങ്ങൾ, സ്പിരിച്വൽ ഫ്രൂട്ട്സ് പറയപ്പെട്ടിരിക്കുന്നു. അവിടെ 9 കാര്യങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ബലങ്ങളോ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്ത, സൗമ്യത, ആത്മസംയമനം ഇവയൊക്കെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ 9 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടണം. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 9 സ്വഭാവങ്ങൾ കാണപ്പെടുന്നു, അദ്ദേഹം നല്ല ബലങ്ങൾ കൊടുക്കുന്നവരായിരിക്കപ്പെടും. അവരൊക്കെ ദൈവം വരവിൽ ദൈവത്തോട് കൂടെ ചേർക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ ദൈവത്തോട് ചേർക്കപ്പെട്ട് നിത്യവും സന്തോഷവും സമാധാനത്തിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഏതൊരു വ്യക്തി ഈ പറയുന്ന സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്നില്ലയോ, ആ വ്യക്തി ഒരു ദിവസം ദൈവം വന്ന് അവർ വെട്ടി എറിഞ്ഞ് നരകത്തിൽ തടപ്പെടും, തീയിൽ ഇടപെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തെ നാം പരിശോധിച്ച് നോക്കണം. നമ്മിൽ ആത്മാവിൻ്റെ ബലങ്ങൾ ഉണ്ടോ? ഇല്ലെങ്കിൽ നാം മാറണം, മാനസാന്തരപ്പെടണം, ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ഒരു സ്പിരിച്വൽ ഫ്രൂട്ട്സ് വെളിപ്പെടുത്താനുള്ള ജീവിതം നാം നയിക്കണം എന്ന് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ നോക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ, ദൈവത്തെ അറിയാത്ത ജനം, അവർക്ക് ക്രിസ്ത്യൻസ് ആയിരുന്നാലും ദൈവത്തോടൊരു ബന്ധവുമില്ലാതെ അവർ പാപജീവിതം നയിക്കുന്നു. അങ്ങനത്തെ ഉള്ളവർ ദൈവം ഇറങ്ങി വന്ന് ഒരു ദിവസം അവർ വെട്ടി എറിഞ്ഞ് തീയിലേക്ക് ഇടപെടും. ഒരു കൂട്ടം ജനങ്ങൾ തങ്ങൾ ഒരു പരിശുദ്ധവാന്മാരെന്നും ഭയങ്കര നീതിമാനെന്നും ഗോഡ് ഫിയറിംഗ് എന്നും പുറം ലോകത്തെ കാണിച്ചു കൊണ്ട് ജീവിക്കുന്നു. പക്ഷേ എങ്കിലോ അവരുടെ ജീവിതത്തിൽ നാം അടുത്ത് നോക്കുമ്പോൾ അവരിൽ ഒരു നന്മയും കാണത്തില്ല. ഈ ലോകത്തിൽ പാപിയായി മനുഷ്യൻ ചെയ്യുന്ന പാപം അല്ലെങ്കിൽ അതിൽ ഉപരിയായ പാപം ചെയ്ത് നയിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ലോകത്തിൽ വെളിവേഷത്തിൽ തന്നെ നീതിമാനെന്നും പരിശുദ്ധവാനെന്നും കാണിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പ്രവൃത്തി ഇല്ലെങ്കിൽ, അവർ നല്ല ബലം കൊടുക്കുന്നില്ലെങ്കിൽ, അവരും കൂടി ദൈവം വന്നിട്ട് വെട്ടി എറിഞ്ഞ് നരകത്തിൽ തള്ളപ്പെടും. പ്രിയമുള്ളവരെ, ഏതൊക്കെ വ്യക്തി ദൈവഭയത്തോടു കൂടി ദൈവിക സ്വഭാവം കാണിച്ച് നാം നേരത്തെ നോക്കിയതുപോലെ ഗലാത്യർ 5:22-23 വചനത്തിൽ കാണപ്പെടുന്ന ആ 9 സ്വഭാവങ്ങൾ നിറഞ്ഞ് കാണപ്പെടുന്നു, അവരെ ദൈവം അനുഗ്രഹിക്കും. അവർ നല്ല ബലങ്ങൾ കൊടുക്കുന്നവരായിരിക്കും. അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഒരു 2 എക്സാമ്പിൾ നിങ്ങൾക്കൊണ്ട് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിൽ നാഗർകോവിൽ എന്നൊരു പട്ടണം. അവിടെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ അവിടെ 2 സ്ട്രീറ്റിൻ്റെ അപ്പുറം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരി. അവർ തങ്ങളെ ഒരു വലിയൊരു പരിശുദ്ധവാൻ പോലെ, നീതിമാൻ പോലെ കാണിച്ചു കൊണ്ടേ ഇരിക്കും. അവർക്കൊരു ഭർത്താവുണ്ട്, 3 മക്കളുണ്ട്. പക്ഷേ ആ വീട്ടിൽ എപ്പോഴും വഴക്ക്, എപ്പോഴും പ്രശ്നം, ഭയങ്കര ശബ്ദവും ഒരു സ്നേഹവും ഇല്ല. അവർ തമ്മിലൊരു നല്ലൊരു ബോണ്ട് ഇല്ല. ഒരു സമയം അവരുടെ മകൻ സ്വന്തം അപ്പനെ വെട്ടുവാൻ വേണ്ടി വെട്ടുകത്തി എടുത്തിട്ട് വെട്ടി അദ്ദേഹം തൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി ഓടി. നെയ്ബേഴ്സൊക്കെ കൂടി വന്ന് മറ്റു വലിയ പ്രശ്നം വരാമെന്ന് കണ്ടു വെച്ചു. അപ്പോൾ നെയ്ബേഴ്സ് തന്നെ പറയുന്നു, ഇവർ വലിയ പ്രാർത്ഥിക്കുന്നവർ, ഇവരെ കാട്ടിൽ ഞങ്ങൾ ബെറ്റർ എന്ന് പറഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടുന്നു. വലിയ നീതിമാൻ പോലെ ഇരുന്നാലും അവരിൽ നല്ല ബലമില്ല.
അവർ ഒരിക്കലും അങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നവരൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല പ്രിയമുള്ളവരെ. അതേപോലെ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അതേ സ്കൂളിൽ മറ്റൊരു ടീച്ചറും കൂടി ഉണ്ട്. അവർ ഒരു പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അസോസിയേറ്റഡ് ഉള്ളവർ. അതുകൊണ്ട് ആ സ്കൂളിൽ അവരുടെ കൊളീഗ്സ് മാത്രമല്ല, സുപ്പീരിയേഴ്സ്, 2 ലെവൽ സുപ്പീരിയേഴ്സൊക്കെ കൂടി ആ ഒരു ടീച്ചറെ കണ്ടാൽ ഭയപ്പെടും. കാരണം എന്തു പറഞ്ഞാലും അടുത്ത നിമിഷം പിള്ളേരെ വിളിക്കും. അവരുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് വന്ന് വലിയ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ആ ടീച്ചറെ കണ്ടാൽ എല്ലാവരും ഭയപ്പെടും, ഈവൻ ഹെഡ് മിസ്സസും അതിൻ്റെ മുകളിലുമുള്ള ഓഫീസേഴ്സ് പോലും. അതേ സമയത്തിൽ അവിടെ വേറൊരു ടീച്ചറും കൂടി ഉണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർ, ദൈവഭയത്തോടു കൂടി ജീവിക്കുന്നവർ, ദൈവത്തിൻ്റെ ഈ നല്ല ബലം കൊടുത്ത് അങ്ങനെ ദൈവിക സ്വഭാവത്തിൽ ജീവിക്കുന്നവർ, ഒരു താഴ്മയുള്ള സ്വഭാവം. ആ മുഖം കാണുമ്പോൾ തന്നെ ആർക്കും അവർ ദൈവത്തിൻ്റെ ഒരു ഓർമ്മ വരും. ആ രീതിയിലുള്ളത് വളരെ താഴ്മയോട് സംസാരിക്കുന്നവർ, എല്ലാവരെയും സഹായിക്കുന്നവർ, പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കുന്നവർ. ഞാനും പോയി ആ ടീച്ചറോട് ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇംപ്രസ്സായ ഒരു ടീച്ചർ ആ ടീച്ചർ. അതുമാത്രമല്ല, ആവശ്യമില്ലാത്ത ഒരു അക്ഷരം, ആവശ്യമില്ലാത്ത ഒരു ഗോസിപ്പിലും അവർ ഇൻവോൾവ് ആകത്തില്ല. അവരങ്ങ് മാറിപ്പോയേക്കും. സംഗീതത്തിന് മുന്നിൽ പറഞ്ഞതുപോലെ അപ്രകാരം ജീവിക്കുന്ന ഒരു മകൾ. ഞാൻ ഈ പറഞ്ഞ നേരത്തെ ബഹളം വയ്ക്കുന്ന എല്ലാവരുടെ ബഹളം ഉണ്ടാക്കുന്ന ആ ടീച്ചർ ഈ ടീച്ചറെ കണ്ടാൽ ഭയപ്പെടും. അവരുടെ അടുത്ത് വഴക്കിടാൻ സംസാരിക്കും. അയ്യോ, ആ മകൾ ഒരു ദൈവത്തിൻ്റെ ഒരു മകൾ, അവൾ ആ സ്ത്രീയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം എന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന ഒരു കാര്യം. എൻ്റെ ബലങ്ങൾ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയുള്ള ഒരു ജീവിതം, അങ്ങനെയുള്ള ഒരു ജീവിതം നാം ജീവിക്കണം പ്രിയമുള്ളവരെ. നാം ആത്മീയ ബലങ്ങൾ കൊടുക്കണം. എൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാനും ചെറിയ രീതിയിൽ പ്രാർത്ഥിക്കും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. വേദവചനം നാം വായിച്ചു നോക്കുമ്പോൾ 9 സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, വരങ്ങളുമുണ്ട്, 9 ഫ്രൂട്ട്സുമുണ്ട്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വരങ്ങൾ കൊണ്ടോ അവർക്ക് എത്രയും പെട്ടെന്നായിട്ട് ജനങ്ങൾക്ക് നന്മ ചെയ്ത് ദൈവത്തിനെ കുറിച്ച് പറയുവാൻ സാധിക്കും. ഒരു രോഗത്തെ സൗഖ്യപ്പെടുത്തുക, പ്രവചിക്കുക, അത്ഭുതങ്ങൾ പറയുക, അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് ദൈവത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഈ അപ്പോസ്തലരുടെ ജീവിതം നോക്കുമ്പോൾ അവർ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കാരണം അവരിൽ 9 വരങ്ങൾ കാണപ്പെട്ട ഒരു കാര്യം. അങ്ങനെ 9 വരങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥിച്ചാലും അതിന് മുൻപതായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം, ദൈവമേ, ഈ 9 വരങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാണപ്പെടണം. എങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിൻ്റെ വരവിൽ ദൈവത്തോട് കൂടി ചേർക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹം വേണം. ഇന്ന് നോക്കുമ്പോൾ യഥാർത്ഥ ഒരു സ്നേഹമില്ല. നമ്മുടെ ദൈവത്തെ ഓർക്കുമ്പോൾ ദൈവം തന്നെ ശിക്ഷിച്ചവരെ, തന്നെ പരിഹസിച്ചവരെയും എല്ലാം ദൈവം സ്നേഹിച്ചു, തന്നെ വെല്ലുവിളിച്ചവരെ ദൈവം സ്നേഹിച്ചു. ആ ഒരു സ്നേഹം ദൈവം ആരെയും വെറുത്തതായിട്ട് ഗ്രഡ്ജ് അടിച്ചതായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. അത് ദൈവിക സ്വഭാവമല്ല. നമ്മിൽ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടണം. നാം ക്ഷമിക്കുന്നവരായിരിക്കണം. ഇന്ന് ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്നത് ഇല്ല. സഹോദരങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ, അതേപോലെ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ ഒരു ദയ ഉണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. നമ്മിൽ ഒരു വിശ്വാസം കാണണം. നമ്മളിൽ ഒരു സെൽഫ് കൺട്രോൾ കാണണം. ഈ ലസ്റ്റിൻ്റെ പുറകിലൊക്കെ പോകാതെ നാം ജീവിക്കണം. അതാണ് ആത്മീയ ബലം എന്ന് പറയുന്നത്. നിങ്ങൾ മത്തായി സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20-ാം വാക്യം വായിച്ചു നോക്കുമ്പോൾ അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നു, ആടുകളുടെ വേഷത്തിൽ വരുന്ന പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവാൻ ദൈവം പറയുന്നു. അവർ ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായി അവരുടെ പ്രവൃത്തി മൂലമായിട്ട് കാണപ്പെടാം. ഒരു വ്യക്തി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ശരിക്കും ദൈവത്തിൽ നിന്നാണെന്ന് നാം എങ്ങനെ അറിയപ്പെടും? അവരുടെ പ്രവൃത്തി, അവരുടെ ബലങ്ങളാൽ നാം അറിയപ്പെടും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നല്ല വൃക്ഷം ചീത്ത ബലം കൊടുക്കത്തില്ല, ചീത്ത വൃക്ഷം നല്ല ബലം കൊടുക്കത്തില്ല എന്ന് ദൈവം പറയുന്നു. അവരുടെ ബലങ്ങളിൽ നിന്ന് അവരെ അറിയാം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം നല്ല ബലങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം. ശരി, എങ്ങനെ നല്ല ബലം കൊടുക്കാൻ നമുക്ക് സാധിക്കും? വേദവചനം പറയുന്നു, വിശുദ്ധ യോഹന്നാനിലെ സുവിശേഷം 15-ാം വാക്യം 5-ാമത്തെ വാക്യം പറയുന്നു, 15-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ഞാൻ മുന്തിരിവള്ളി ചെടിയും
നിങ്ങൾ ശാപകളുമാകുന്നു. ആർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ബലം പുറപ്പെടുവിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ ഒരു ബലം നാം കൊടുക്കണമെങ്കിൽ നാം ദൈവത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. ഒരു ദൈവഭയത്തോടു കൂടി ജീവിക്കുന്നവരായിരിക്കണം. വേദവചനം വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തോട് നാം അധികം നേരം ചെങ്കിടുകയും മറ്റ് എല്ലാ കാര്യത്തിനെക്കാട്ടും ദൈവത്തിന് നാം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർ വിശുദ്ധിയുള്ള ദൈവത്തോട് ഒരു ജീവിതം നയിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം നല്ല ബലം കൊടുക്കുന്നവരായിരിക്കും. നമ്മിൽ നല്ല ബലം വരുമ്പോൾ നാം ദൈവത്തിലുള്ളവരായിരിക്കും, ദൈവം നമ്മിലുള്ളവരായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നില്ല, പ്രശ്നം നമ്മൾ ഓവർകം ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടായിരിക്കും. ഏറ്റ കാലത്തിൽ അതിൻ്റെതായിട്ട് അനുഗ്രഹമുണ്ടാകും. നാം ഈ ലോകത്തിലും അനുഗ്രഹിക്കപ്പെടും, ദൈവം വരുവാനുള്ള ലോകത്തിലും നമ്മെ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയിട്ട് നമ്മിൽ നല്ല ബലങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിൽ വസിക്കുക. നാം ദൈവത്തിലും ദൈവം നമ്മിൽ വസിക്കുമ്പോൾ, നാം നല്ല ബലം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതായി മാറും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നാം ചിന്തിച്ചു നോക്കണം. നാം നല്ല ബലം കൊടുക്കുന്നില്ലെങ്കിൽ വി ആർ അറ്റ് റിസ്ക്. എനി ടൈം ദൈവം വരാം. അപ്പോൾ നാം ഒക്കെ വെട്ടി എറിഞ്ഞ് അരകത്തിലേക്ക് തള്ളപ്പെടും. അങ്ങനെ ഇരാതെ ഒരു നല്ല ബലം കൊടുക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ധാരാളമായി അനുഗ്രഹിക്കും. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും കാണപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയോടെ കൂടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയോടെ കൂടെ നിർത്തുന്നു. വീണ്ടും അടുത്ത ചിന്തയോടെ കൂടി വീണ്ടും ഒരു പ്രാവശ്യം നമുക്ക് മീറ്റ് ചെയ്യാം. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, പ്രിയമുള്ളവരെ അനുഗ്രഹിക്കട്ടെ. സകലവിധ നന്മയായാലും സകലവിധ കൃപയാലും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീരെ തുടച്ച് നിങ്ങൾ പ്രാർത്ഥനയിൽ ഏത് ചോദിക്കുന്നു അപ്രകാരം ജീവിക്കുക. നാം നല്ല ബലം കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.